നമ്മൾ കൊച്ചുകുട്ടിയായിരുന്നപ്പോഴും നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്ന തീരുമാനത്തിന് വേണ്ടിയാണ് കരയണത്. എനിക്കിത് വേണം, ആ വേണമെന്നുള്ള എൻ്റെ സംഭവത്തിൻ്റെ എൻ്റെ എക്സ്പ്രഷനായിരുന്നു എൻ്റെ കരച്ചിൽ. അത് ഞാൻ വാശി പിടിച്ചിരുന്നത്, ഞാൻ ബഹളം വെച്ചിരുന്നത് ഒക്കെ എൻ്റെ തീരുമാനം നടപ്പാകാൻ വേണ്ടിയാണ്. ഞാൻ ഒരു തീരുമാനം, എനിക്കിന്ന സാധനം വാങ്ങണമെന്ന് ഞാൻ തീരുമാനിച്ച സാധനം നടപ്പാവാൻ വേണ്ടി ഞാൻ എൻ്റേതായിട്ടുള്ള പല വികാര പ്രകടനങ്ങളും ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ മാത്രമല്ല, എല്ലാവരും. ചെറുപ്പത്തിൽ കുട്ടികൾ ഈ പറഞ്ഞ ഒരു സംഭവം വാങ്ങാൻ വേണ്ടി നിലത്ത് കിടന്ന് മറിഞ്ഞ് കരയുകയോ അല്ലെങ്കിൽ കൂവി വിളിക്കുകയൊക്കെ ചെയ്യുന്നത് ഇത് കണ്ടിട്ടാണെങ്കിലും എൻ്റെ തീരുമാനം എൻ്റെ അച്ഛനും അമ്മയോ അല്ലെങ്കിൽ അച്ഛൻ മേടിച്ചു തരും അല്ലെങ്കിൽ അമ്മ മേടിച്ചു തരും, അവരെ കൊണ്ട് ഞാൻ മേടിപ്പിക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊന്നും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഈ കുത്തി മറിഞ്ഞത് അബദ്ധമായി എന്ന് എനിക്ക് തോന്നും, സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നും. മാത്രമല്ല അത് കഴിഞ്ഞ് എനിക്ക് 2 അടിയും കൂടെ കിട്ടും. അല്ലെങ്കിൽ ഞാനവിടെ കുത്തി മറിഞ്ഞ് കിടക്കുമ്പോൾ എന്നെ പെട്ടെന്ന് പിടിച്ച് ഏൽപ്പിച്ചുകൊണ്ട് പോയി ചോറിൽ കൊണ്ട് 2 അടി തന്ന് ഇനി നീ ഇത് ചെയ്താൽ എന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനെടുത്ത തീരുമാനം, എൻ്റെ കാര്യം നടപ്പാകാൻ വേണ്ടി ഞാനിവിടെ കുത്തിമറിഞ്ഞ് കിടന്നത് അബദ്ധമായി, എൻ്റെ ആ ഒരു തീരുമാനം ശരിയായില്ല. മാത്രമല്ല ഇനി ഞാനത് റിപ്പീറ്റ് ചെയ്താൽ റിസ്ക്കാണ്, കാരണം ഇനി എനിക്ക് അടി കിട്ടും. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ ആ ഒരു സ്ട്രാറ്റജിയാണ് അന്ന് ചേഞ്ച് ചെയ്യുക. എന്ന് വെച്ച് ഞാൻ എൻ്റെ ആവശ്യം മാറ്റിയിട്ടില്ല. ഞാൻ പിറ്റേ ദിവസം ഒരു സാധനം വേണമെന്ന് ആവശ്യപ്പെടാൻ ഞാൻ ശ്രമിക്കാതിരുന്നിട്ടുണ്ടോ? ഇന്നത്തെ കുട്ടികളും ശ്രമിക്കാതിരുന്നിട്ടില്ല. അടി കിട്ടി അല്ലെങ്കിൽ ആ ഒരു സംഭവം വരുമ്പോൾ പിന്നെ ഞാൻ അടുത്ത ദിവസം ഞാൻ ശ്രമിക്കുന്നത് ഞാനൊരു പുതിയ രീതിക്കാണ്. ഞാൻ പുതിയതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി കണ്ടുപിടിച്ച് എൻ്റെ തീരുമാനം നടപ്പാവാൻ വേണ്ടി ഒരു ആക്ഷൻ പ്ലാൻ ഞാൻ കണ്ടുപിടിക്കുന്നു. ആ ആക്ഷൻ പ്ലാനും ഒരു സ്റ്റേജിലെത്തി കഴിയുമ്പോൾ അവിടെയും കിട്ടും 4 അടി. അതുകൊണ്ട് ഞാൻ നിർത്തുമോ? ഞാൻ എന്ത് ചെയ്താലും എനിക്ക് അടി മാത്രമേ കിട്ടുള്ളൂ, എൻ്റെ തീരുമാനത്തിന് ഒരു വിലയില്ല എന്നെനിക്ക് എവിടെയെങ്കിലും തോന്നിയാൽ അന്ന് തൊട്ട് ഞാൻ കൊള്ളരുതാത്തവനായി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് തൊട്ട് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പറയാതെയാവും, ഞാൻ ഗ്ലൂമിയായി മാറും, ഞാൻ എന്നിലേക്ക് ഒതുങ്ങി മാറും. അന്ന് തൊട്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ വ്യക്തിത്വം എന്നുള്ള സംഭവത്തിന് യാതൊരു വളർച്ചയില്ലാത്ത അവസ്ഥയാവും.